ഹായ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല നാടൻ നെത്തോലി പീര വറ്റിച്ചതാണ്. സാധാരണ പീര വറ്റിക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സംഭവം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. അപ്പോൾ നല്ല പിടയ്ക്കണ മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നല്ല കുറച്ച് ഫ്രഷായ അയലയും നല്ല പച്ച നെത്തോലിയും കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ല, പച്ചയ്ക്ക് തിന്നാൻ തോന്നും, അത്രയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെത്തോലിയും അയലയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, 3 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഇനി കുറച്ചധികം ചുമന്നുള്ളി വേണം കേട്ടോ. 10-15 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെട്ടി കഴുകി വെച്ചേക്ക് നെത്തോലിയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് അരപ്പും ഉള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെത്തോലിയൊക്കെ തിളച്ചത് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ താളിക്കാൻ പോകുന്നത്. അപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് മൂടി വെക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് നമ്മുടെ നെത്തോലി പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ താളിച്ചതിലേക്ക് ചേർക്കുമ്പോൾ നല്ല സ്വാദാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.